ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിന് ദേവസ്വം ബോർഡ്. പരിശോധനയ്ക്ക് വിദഗ്ധ സമിതി രൂപീകരിക്കും. തിരുവാഭരണം കമ്മീഷണർ ശുപാർശ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറി. രത്നക്കല്ലുകൾ, സ്വർണം, വെള്ളി, പൗരാണിക ആഭരണങ്ങൾ ഉൾപ്പെടെ മൂല്യനിർണ്ണയം നടത്തും. സ്ട്രോങ് റൂമുകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തും. MG പ്രദേശ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദേശ്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നടക്കുന്ന സമയത്ത് കോടതി തന്നെ തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള ഈ അമൂല്യ വസ്തുക്കളുടെ കണക്കേ ഇല്ല എന്നൊരു പരാമർശം നടത്തുന്ന സാഹചര്യമുണ്ട്. ഇതിപ്പോ എല്ലാ ദേവസ്വം ബോർഡുകൾക്കും കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പരിശോധന നടക്കുമോ? എങ്ങനെയാണ് നടപടികൾ? മാധു, സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പാണ് നടത്തുന്നത്. മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം, വെള്ളി, പൗരാണിക ആഭരണങ്ങൾ, ഇതിന്റെ കണക്കോ അല്ലെങ്കിൽ കൃത്യമായ തൂക്കം, അളവ് ഒന്നും തന്നെ കൃത്യമായൊരു കണക്കില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ കണക്കെടുപ്പും പരിശോധനയും നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ഇതുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം കമ്മീഷണർ ഒരു ശുപാർശ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയിട്ടുണ്ട്. ഏത് തരത്തിലായിരിക്കണം ആ പരിശോധന നടത്തേണ്ടത് എന്ന അടക്കമുള്ള ശുപാർശകളാണ് പ്രധാനമായും നടത്തിയിരിക്കുന്നത്. രത്നക്കല്ലുകൾ, സ്വർണം, വെള്ളി, പൗരാണിക ആഭരണങ്ങൾ, ഇതിന്റെ മൂല്യനിർണ്ണയമായിരിക്കും പ്രധാനമായും നടത്തുന്നത്. ഒപ്പം പോലീസിന്റെ ഉൾപ്പെടെ സഹായം തേടിക്കൊണ്ടായിരിക്കും അത്തരത്തിലൊരു പരിശോധനയും സുരക്ഷാ ഓഡിറ്റും നടത്തുന്നത്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആഭരണങ്ങൾ സൂക്ഷിക്കുന്നത് പ്രധാനമായും 16 സ്ട്രോങ് റൂമുകളിലാണ്. നേരത്തെ തന്നെ ഈ തിരുവാഭരണവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് പലയിടങ്ങളിലും ഇത് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു സുരക്ഷാ ഓഡിറ്റ് കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിന്റെ കൂടി സഹായം തേടിക്കൊണ്ട് സുരക്ഷാ ഓഡിറ്റ് നടത്തും. ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടുതൽ സംരക്ഷണം വേണമെങ്കിൽ അത്തരത്തിൽ പോലീസിന്റെ സേവനം കൂടി അവിടെ ഏർപ്പെടുത്താനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നേരത്തെ നടത്തിയ പരിശോധനയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തിരുവാഭരണം കമ്മീഷണറുടെ ശുപാർശയാണ് ദേവസ്വം ബോർഡിന് മുന്നിലുള്ളത്. ഈ ശുപാർശ ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യും. ആ ബോർഡ് യോഗത്തിലായിരിക്കും വിദഗ്ധ സമിതി രൂപീകരിക്കുന്നത്. ഈ പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തുന്ന ആളുകൾ ആരൊക്കെ, ആ വിദഗ്ധ സമിതിയിൽ ആരൊക്കെ ഉണ്ട് എന്ന കാര്യങ്ങളിലടക്കം ദേവസ്വം ബോർഡായിരിക്കും തീരുമാനമെടുക്കുന്നത്. വൈകാതെ തന്നെ അത്തരത്തിലൊരു നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടക്കും. ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ പശ്ചാത്തലത്തിലാണ് റൂമുകളിലടക്കം പരിശോധന നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താൻ, കണക്കുകൾ എടുക്കാൻ കോടതി നിർദ്ദേശത്തെ തുടർന്ന് ചില സ്ട്രോങ് റൂമുകളിലൊക്കെ പരിശോധന നടത്തിയ ജഡ്ജി വ്യക്തമാക്കിയത് പലയിടത്തും സ്വർണ്ണനാളയങ്ങളടക്കം കൂട്ടിയിട്ടിരിക്കുന്നു, ചാക്കുകളിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു അമൂല്യമായ വസ്തുക്കൾ, അത്രമേൽ കണക്കൊന്നുമില്ലാതെ വാരി കൂട്ടിയിട്ടിരിക്കുന്നു എന്നൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, കണക്കെടുപ്പ്, മൂല്യനിർണ്ണയം തുടങ്ങിയവയ്ക്ക് തുടക്കമിടാൻ പോവുകയാണ് ദേവസ്വം ബോർഡ്.